അപ്പോൾ നമ്മൾ ഗ്രീൻസ് ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ ദി ഹീറ്റ് ഇക്വേഷൻ അത് നോക്കി. അത് കഴിഞ്ഞിട്ട് വരുന്നത് ദിസ് എഫ് ഇസ് ഈക്വൽ ടു F2 ആൻഡ് ഒരു മിനിറ്റ് F1 is equal to F2 is H1 തിയറം നമ്മൾ പ്രൂവ് ചെയ്ത് മോഡ് U1 മൈനസ് U2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു റിസൾട്ടും പ്രൂവ് ചെയ്തു. അതിനുശേഷം വരുന്നത് ദിസ് corollary ആണ്. ദിസ് ലെറ്റ് u of x is equal to summation is equal to 1 to infinity bn sin n pi x. ഒരു മിനിറ്റ്. Yes, this n by x by l e raised to minus k n pi by l the whole square t. This t is here with the formal solution of the heat problem. Heat problemത്തിന്റെ heat problem എന്ന് പറയുമ്പോൾ ഇവിടെ ut minus k u xx is equal to 0, u of 0t 0 less than x less than l and t positive, and u of 0t is equal to u of lt is equal to 0, t greater than or equal to 0, u of x0 is equal to small f of x ആണ്. Small f of x 0 less than or equal to x less than or equal to l. ആൻഡ് ഇതിൻ്റെ ഒരു ഫോർമൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൊല്യൂഷൻ അത് ഈ ഫോർമാറ്റിലായിരിക്കും, നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദ നെക്സ്റ്റ് അവിടെ പറയുന്നത് ഇഫ് ദ സീരീസ് എഫ് ഓഫ് എക്സ് ഈസ് ഒരു മിനിറ്റ് ഇഫ് ദ സീരീസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു small f of x ആണ്. small f of x is equal to summation is equal to 1 to infinity bn sin n by x by l converges uniformly on this compact set 0l. ഇവിടെ x മാത്രമേ ഉള്ളല്ലോ, അപ്പം 0l. then the series a, this formal solution also converges on this cross product set 0l cross 0t. Time is also coming and u is a classical, thus u is a classical solution. A formal solution converges uniformly over a bounded domain ആവുമ്പോഴാണ് അത് ക്ലാസിക്കൽ സൊല്യൂഷനിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ദിസ് summation n is equal to k n is equal to k to l bn sin n by x by l എന്ന് പറയുന്നത് ഇവിടെ f of x is equal to this converges uniformly on 0l ആണെന്ന് തന്നിട്ടുണ്ട്. So we can say that this for epsilon greater than 0 by the Cauchy criterion for uniform convergence. അത് റിയൽ അനാലിസിസിലെ ഒരു റിസൾട്ട് ആണ്. There exists n epsilon. For this epsilon we get a natural number n such that for n epsilon less than or equal to k less than or equal to l we have summation Cauchy criterion for a uniform convergence. Summation n is equal to k to l bn sin n by x by l will be less than epsilon for all x that belongs to 0l. And നമ്മുടെ ഫോർമൽ സൊല്യൂഷൻ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് വൺ ആണ്. ഇതിൻ്റെ ഒരു കോഷി സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിം കോഷി സം എടുക്കുമ്പോൾ ഫോർ എൻ എപ്സിലോൺ ഇതേ എപ്സിലോണിന് തന്നെ ദിസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും എൻ ഈസ് ഈക്വൽ ടു കെ ടു എൽ ബി എൻ സൈൻ എൻ ബൈ എക്സ് ബൈ എൽ ഇ റൈസ് ടു മൈനസ് കെ എൻ ബൈ എൽ ദ ഹോൾ സ്ക്വയർ ടി എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് ഇതും ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ എപ്സിലോൺ എടുത്തു, ഇതേ എൻ എപ്സിലോൺ ഉപയോഗിച്ച് തന്നെ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് സീരീസ്, അതായത് n is equal to 1 to infinity എന്ന് പറയുന്ന ഈ സീരീസും കൺവേർജസ് യൂണിഫോംലി ഓൺ വെയർ കൺവേർജസ് യൂണിഫോംലി ഓൺ 0l ക്രോസ് 0t ആണെന്ന് കാണിക്കാനായിട്ട് സാധിക്കും. അതാണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇനിയും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ എടുത്തു മോഡുലസ് ഓഫ് സമ്മേഷൻ ഇസ് ഈക്വൽ ടു k to l bn sin n by x by l റൈസ് ടു സംതിങ്. ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം over this boundary. What is the boundary? 0l cross 0t. ഈ ബൗണ്ടറിയിലെ മോഡുലസ് ഓഫ് സമ്മേഷൻ bn
n is equal to k to l bn sin n pi x by l e raised to this one. ഇത് തന്നെ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ദിസ് ഓൾ പാർട്ട് ആയിരിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബൈ മാക്സിമം പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? മാക്സിമം പ്രിൻസിപ്പിൾ പറയുന്നത് ഇത് ഹീറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുകളുടെ സം ആണെങ്കിലും ഇതും ഒരു സൊല്യൂഷൻ ആയിരിക്കും ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ ദിസ് n is equal to k to l bn sin എന്ന് പറയുന്നത് സം നമുക്കൊരു u1 ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ u1ഉം ഈ ഹീറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. അതുകൊണ്ട് അതും മാക്സിമം പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. മാക്സിമം പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുമ്പോൾ ദിസ് അതിൻ്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് ഓഫ് ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് 0l ക്രോസ് 0t മോഡുലസ് ഓഫ് ദിസ് ഓൾ ഫങ്ഷൻ. ഇനിയും ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് മാക്സിമം ഓവർ ദിസ് ബൗണ്ടറി ആണ് എടുക്കേണ്ടത്. ബൗണ്ടറി എന്ന് പറയുന്നത് 0l ക്രോസ് 0t ആണ്. നമുക്ക് ഈ 0t ഒന്ന് വേരി ചെയ്ത് നോക്കാം. 0t വേരി ചെയ്ത് നോക്കുമ്പോൾ t വരുന്നത് ഇവിടെയാണ്. e റൈസ് ടു മൈനസ് k e റൈസ് ടു മൈനസ് സംതിങ് ഇൻറ്റു t എന്നാണ് വരുന്നത്. അപ്പോൾ 0 മുതൽ t വരെ വേരി ചെയ്യുമ്പോൾ ഈ ഫുൾ ഫാക്ടറിന് മാക്സിമം നമ്പർ വരണമെന്നുണ്ടെങ്കിൽ, മാക്സിമം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മാക്സിമം നമ്പർ വരണമെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു മൈനസും കൂടെ ആയതുകൊണ്ട് ഇവിടെ ടിയുടെ സ്ഥാനത്ത് എന്ത് വരണം? 0 വരണം. കാരണം ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ടി എന്നേ വരത്തുള്ളൂ. അത് ഈസ് ഈക്വൽ ടു 1 ബൈ ഇ റൈസ് ടു ടി എന്നേ വരത്തുള്ളൂ. അതൊരു പോസിറ്റീവ് നമ്പറാണ്. അല്ല, അതൊരു ലെസ് ദാൻ 1 നമ്പറാണ്. കാരണം 1-നെക്കാട്ടിലും വലുതായിരിക്കും ഇ റൈസ് ടു ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. കാരണം 0 ലെസ് ദാൻ 1-നെക്കാട്ടിലും വലിയൊരു ടി ആണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. സോ ഈ വാല്യൂസ് ഒക്കെ ഇൻറ്റു സം ലെസ് ദാൻ 1 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും, കുറവായിരിക്കും. പക്ഷേ ടിയിൽ കുറച്ച് വാല്യൂസ് എടുക്കുമ്പോൾ ഈ ഫുൾ വാല്യൂസ് കൂടും. അതായത് ടിയെക്കാട്ടിലും ക്യാപിറ്റൽ ടിയെക്കാട്ടിലും ലെസ് ദാൻ ആയിട്ടുള്ള സ്മോൾ ടി എടുക്കുമ്പോൾ ഈ ഫുൾ ഫാക്ടറിൻ്റെ ഇവിടെ ടി കൊടുക്കുമ്പോൾ ഫുൾ ഫാക്ടറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ടി കൊടുത്തതിനെക്കാട്ടിലും കൂടും. കാരണം ഇ റൈസ് ടു മൈനസ് അവിടെ ഉണ്ടായതുകൊണ്ട് കൂടി വന്നിട്ട് ലാസ്റ്റിൽ 0 എത്തുമ്പോഴായിരിക്കും മാക്സിമം വാല്യൂ ഇതിന് കിട്ടുന്നത്. സോ ദിസ് നമുക്ക് ആദ്യം പോലെ നോക്കുമ്പോൾ ദിസ് ഹോൾ ഫാക്ടർ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓവർ ദിസ് ബൗണ്ടറി modulus of same function will be this maximum value will be equal to maximum over this 0l modulus of summation this n is equal to k to l bn sin n pi x by l. പിന്നെ ഇ റൈസ് ടു വരത്തില്ല. കാര്യം ഇ റൈസ് ടു മൈനസ് ടിക്ക് ടി ഈക്വൽ ടു 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് 0 മുതൽ എൽ വരെ എക്സ് മാറുമ്പോൾ ദിസ് മോഡുലസ് ഓഫ് സമ്മേഷൻ ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ 0 ടു എല്ലിൽ എക്സ് മാറുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഫുള്ള് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇതിൻ്റെ മാക്സിമം വാല്യൂ എടുത്താലും, അതായത് എക്സ് മാറുമ്പോൾ എക്സിൻ്റെ ഏത് വാല്യൂവിനും ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് ഇതിൻ്റെ മാക്സിമം വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ വി ഗോട്ട് ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുൾ ഫാക്ടർ വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് നിങ്ങൾക്ക് കിട്ടി. സോ what does this mean? That for epsilon greater than 0 we can compute this same n epsilon such that n epsilon less than or equal to k less than epsilon. This whole factor will be less than epsilon. So this for xt belongs to 0l, this one. So this series converges uniformly. Uniform convergence of this series. അതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. യൂണിഫോം കൺവേർജൻസ് ആണെന്നാണ് കാണിക്കാനുള്ളത്. ഇൻ ദ സീരീസ് കൺവേർജസ് യൂണിഫോംലി ഓൺ 0l ആൻഡ് ഈക്വൽ. ഒരു ഫോർമൽ സൊല്യൂഷൻ കൺവേർജസ് യൂണിഫോംലിയും കൂടെ ആകുമ്പോൾ അത് ക്ലാസിക്കൽ സൊല്യൂഷനായിട്ട് കൺവേർട്ട് ആവും. അതാണ് ഇവിടെ ജസ്റ്റ് പറയാനുള്ളത്. യു സാറ്റിസ്ഫൈസ് ദ ഹീറ്റ് ഇക്വേഷൻ, ഇറ്റ് ഫോളോസ് യൂസ് എ ക്ലാസിക്കൽ സൊല്യൂഷൻ. അത്രയാണ് ആ പ്രൂഫ് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രൊപ്പോസിഷനാണ് ദിസ് u of xt be the solution of this heat problem. 1 minute.
Now, with Newman's initial boundary condition 0 less than x less than b, sorry 0 അല്ല a less than x less than b, t greater than 0 with Newman condition u of x0 is equal to small f of x and x belongs to ab and ux of this at, this at is equal to ux of bt is equal to 0, 0 less than t, assume that this small f belongs to C1 of AB, capital C1, one times continuously differentiable satisfying small fx at 0, fx at A is equal to small fx at B equal to 0, and we set the boundary Qt as this open A B cross open 0 closed T for some t greater than 0, then U satisfies this maximum Qt maximum over qt mod ux less than or equal to maximum over ab small f dash of x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഈ യുവിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിനെ നമ്മൾ ഡബ്ല്യു എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് യു എക്സ് ടി ആയിരിക്കും. യു എക്സ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് പറയാനായിട്ട് പറ്റും this uxt is equal to kux x ആയിരിക്കും. ഒരു എക്സ് കൂടെ വരും, എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ കെ യു ട്രിപ്പിൾ എക്സ്, അപ്പം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും കെ യു എക്സ് 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 ഇതെന്ന് പറഞ്ഞാൽ എന്താ കെ ഡബ്ല്യു എക്സ് എക്സിന് തുല്യമല്ലേ. അതായത് നമുക്ക് കിട്ടി ഡബ്ല്യു ടി ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു എക്സ് എക്സ്. അതായത് ഈ ഡബ്ല്യുവും ഒരു heat equation solution ആണ്. W satisfies the heat equation with the Dirichlet boundary condition W of x0. W of x0 എന്ന് പറയുന്നത് ux of x0 ആണ്. ux of x0 u of x0 തന്നിട്ടുണ്ട്. u of x0 is equal to small f of x. So u x of x0 എന്ന് പറയുന്നത് എന്തായിരിക്കും f dash of x ആയിരിക്കും. ux of x0 എന്ന് വെച്ചാൽ w of x0, കാരണം w യും ux ഒരു ഒന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ദിസ് വി വിൽ ഗെറ്റ് w of x0 is equal to a small f dash of x for x belongs to ab and w of at is equal to ux of at is equal to ux of bt is equal to 0 എന്ന് നമ്മുടെ തിയറത്തിന്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പ്രൊപ്പോസിഷനിൽ തന്നിട്ടുണ്ട്. ഇനിഷ്യലായിട്ട് 0 ലെസ് ദാൻ t ലെസ് ദാൻ capital T. So we will now get ഇനി നമ്മൾ മാക്സിമം പ്രിൻസിപ്പിൾ ഈ ഡബ്ല്യുവിന് അപ്ലൈ ചെയ്യണം. ഡബ്ല്യു അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാര്യം ഡബ്ല്യു എന്ന് പറയുന്നത് ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് നൗ മാക്സിമം Qt, maximum over this domain Qt, this modulus of W is equal to maximum over this Qt modulus of this ux. ഇങ്ങനെ എഴുതിയാലും മതി, തിരിച്ചെഴുതിയാലും മതി. ഒരു മിനിറ്റ്. This maximum over Qt mod ux is equal to maximum over this Qt mod w. mod wന്റെ മാക്സിമം എന്ന് പറയുന്നത് ബൗണ്ടറിയിലുള്ള മാക്സിമം ആയിരിക്കും. will be equal to maximum, not less than or equal to, it is sorry, will be less than or equal to, because this maximum over this domain will be less than or equal to maximum on boundary of Qt. Qtയുടെ ബൗണ്ടറിയിലെ മാക്സിമം വാല്യൂ ആയിരിക്കും മോഡ് w. What is this maximum? This maximum over boundary of Qt എന്ന് വെച്ചാൽ എന്താ? ബൗണ്ടറി ഓഫ് Qt എന്ന് വെച്ച് കഴിഞ്ഞാൽ this നമ്മുടെ ഡൊമൈൻ Qt ആയിട്ട് എടുത്തിരിക്കുന്നത് this ab, yes, ab cross open 0
ക്ലോസ്ഡ് ടി ആണ്. ദെൻ ദിസ് ഡോ പി ക്യു ടി അതാണ് നമ്മുടെ പാരാബോളിക് ബൗണ്ടറി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാരാബോളിക് ബൗണ്ടറി, അവിടെയാണ് മാക്സിമം വാല്യൂ വരുന്നതെന്നാണ് നമ്മൾ ഹീറ്റ് ഇക്വേഷനിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാരാബോളിക് ബൗണ്ടറി എന്ന് പറയുന്നത് ഡി ക്രോസ് സെറ്റ് സീറോ യൂണിയൻ, നിങ്ങളവിടെ നോക്കിയാൽ മതി, ഇത് തന്നെ ആയിരിക്കും വരുന്നത്. ഡി ക്രോസ് സെറ്റ് സീറോ യൂണിയൻ ഡോ ഡി ക്രോസ് സീറോ ടി ഓപ്പൺ സീറോ ക്ലോസ്ഡ്. ഇനി ഡി ക്രോസ് സെറ്റ് സീറോ എന്ന് വെച്ചാൽ എന്താ, എ ബി ആണ് നമ്മുടെ ഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. ക്രോസ് സെറ്റ് സീറോ യൂണിയൻ ദിസ് ഡോ ഡി എന്ന് പറഞ്ഞാൽ എ ക്രോസ് സീറോ ടി സെറ്റ് സീറോ ടി യൂണിയൻ ദിസ് ബി ക്രോസ് സീറോ ടി. കാര്യം ഡോ ഡി എന്ന് പറയുന്നത് ഡൊമൈൻ്റെ ബൗണ്ടറി ആണ്. ഡൊമൈൻ എന്ന് പറയുന്നത് എ ബി ആണ്. എ ബിയുടെ ബൗണ്ടറി എന്ന് പറയുന്നത് എയും ഉണ്ട്, 2 പോയിന്റ്സേ ഉള്ളൂ, എയും ബിയും. സോ ഇറ്റ് ക്രോസ് പ്രോഡക്റ്റ് ഇത് സീറോ ടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ വരുന്ന പോയിന്റ്സിലാണ് നമ്മൾ മാക്സിമം കണ്ടെത്തേണ്ടത്. മാക്സിമം ഓവർ ദീസ് പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഓപ്പൺ എ ബി ക്രോസ് സീറോ എന്ന് പറയുന്ന ഈ പോയിന്റ് നോക്കാം. അതായത് അവിടെ ടി ടൈം സീറോ ആയിരിക്കും. എക്സ് എയിൽ നിന്ന് ബിയിലേക്ക് വേരി ചെയ്യുന്നു. എക്സ് എയിൽ നിന്ന് ബിയിലേക്ക് വേരി ചെയ്യുമ്പോൾ മാക്സിമം ഓവർ ഇവിടെ ഇങ്ങനെ എഴുതിയേക്കാം, ഡോ പി ക്യു ടി ഇസ് ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് യു എക്സ് വിൽ മോഡ് ഡബ്ല്യു എന്ന് പറയുന്നത് മോഡ് യു എക്സ് ആണ്, ഇസ് ഈക്വൽ ടു ദിസ് ഫസ്റ്റ് സെറ്റ്, ദിസ് സെറ്റ് ഓപ്പൺ എ ബി ക്രോസ് സെറ്റ് സീറോ. അതായത് എക്സ് എയിൽ നിന്ന് ബിയിലേക്ക് വേരി ചെയ്യുന്നു, ടൈം സീറോ ആണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണ് അത് നമുക്കിവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എക്സ് എയിൽ നിന്ന് ബിയിലേക്ക് വാല്യൂ ചെയ്യുന്നു, ഡബ്ല്യുവിൻ്റെ വാല്യൂ ടൈം ടി ഈസിക്കൽ ടു സീറോ ആണ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സ്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് മാക്സിമം ഓവർ ദിസ് എ ബി മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. പ്ലസ് ഇനി തീർന്നിട്ടില്ല, മറ്റു പോയിന്റ്സിലുണ്ട്. നെക്സ്റ്റ് വരുന്നത് എ ക്രോസ് സീറോ ടി, അതായത് ടൈം സീറോയിൽ നിന്ന് ക്യാപിറ്റൽ ടിയിലേക്ക് പോകുന്നു, എക്സ് എയിൽ നിൽക്കുന്നു. അവിടെ ഒരു കണ്ടീഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എക്സ് എയിൽ നിൽക്കുന്നു, ടൈം സീറോ മുതൽ ടി വരെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണ്, സീറോ ആണ്. അതുപോലെ ഡബ്ല്യു എക്സ് ബിയിൽ നിൽക്കുന്നു, ടൈം സീറോ മുതൽ ടി വരെ വേരി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും ഡബ്ല്യുവിൻ്റെ വാല്യൂ സീറോ ആണ്. അതായത് ഈ പോയിന്റിലും ഡബ്ല്യു സീറോ ആണ്, ഈ പോയിന്റിലും ഡബ്ല്യു സീറോ ആണ്. സീറോ അല്ലാതെ വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. അതായത് ദിസ് സീറോ വിൽ ബി ഈക്വൽ ടു മാക്സിമം എ ബി മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പം നമ്മൾ എവിടെ തുടങ്ങിയത്, മാക്സിമം ഓഫ് ക്യു ടി മോഡ് യു ഓഫ് എക്സ് തുടങ്ങി, വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് എ ബി എഫ് ഡാഷ് ഓഫ് എക്സ്. ഇത് തന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനും ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഫോർ എലിപ്റ്റിക് പ്രോബ്ലംസ്. ഇത് വളരെ എളുപ്പമുള്ള, നേരത്തെ ചെയ്ത അതേ സെക്ഷനിൽ തന്നെ ഉള്ള, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഡിറിച്ലെറ്റ് പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു സീറോ, എക്സ് വൈ ബിലോങ്സ് ടു സം ഡൊമൈൻ ആൻഡ് ദിസ് യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇതാണ് ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിന്റെ കണ്ടീഷൻ. എക്സ് വൈ ബിലോങ്സ് ടു ദ ബൗണ്ടറി is a bounded domain D. Let u of xy is equal to summation is equal to 1 to infinity un of xy. Be a formal solution of the problem superposition principle ഉപയോഗിച്ചിട്ട് such that each un of xy is a harmonic function and D ആയിരിക്കും and continuous in the closure D closure ആയിരിക്കും. The series u of xy converges uniformly on a dou D. അതായത് ബൗണ്ടറിയിൽ ജിയിലേക്ക് ഒരു മിനിറ്റ്, ബൗണ്ടറിയിൽ ജിയിലേക്ക് യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് കൺവേർജസ് യൂണിഫോംലി ഓൺ ഡി യൂണിയൻ ലിമിറ്റ് പോയിന്റ്സ് ഡി ക്ലോഷർ. അപ്പോൾ ബൗണ്ടറിയിൽ ജിയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് കൺവേർജസ് യൂണിഫോംലി ഓൺ ദ ഡൊമൈൻ ഫുൾ പ്ലസ് ലിമിറ്റ് പോയിന്റ്സ് ആൻഡ് യു ഈസ് ദസ് എ ക്ലാസിക്കൽ സൊല്യൂഷൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
അതിനുവേണ്ടി നമുക്ക് എടുക്കാം യു എഫ് എക്സ് വൈ കൺവർജസ് യൂണിഫോംലി ഓൺ ദിസ് ബൗണ്ടറി ടു ജി ആണെന്ന് തന്നിട്ടുണ്ട്. സോ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബൈ കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവർജൻസ് വി ഹാവ് എൻ എപ്സിലോൺ നേരത്തെ എടുത്തതിൻ്റെ കൂട്ട് തന്നെ എടുക്കുക. വി ഹാവ് ദിസ് കെ ഈസ് ഈക്വൽ ടു 12 യു എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഓർ എക്സ് വൈ ബിലോങ്സ് ടു ഡോ ഡി ആണ്. ബൗണ്ടറിയിൽ മാത്രമേ അങ്ങനെ തന്നിട്ടുള്ളൂ, ക്വസ്റ്റ്യനിൽ ബൗണ്ടറിയിൽ നിന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ബൗണ്ടറിയിൽ ബൈ വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ ദിസ് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു കെ ടു എൽ യു എനും ഈ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനായി. ഹീറ്റ് കണ്ടക്ഷൻ അല്ല, സോറി, ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിൻ്റെ ലാപ്ലേസ് പ്രോബ്ലത്തിൻ്റെ ഡെൽ യു ഈസ് ഈക്വൽ ടു 0 അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ദിസ് മോഡുലസ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു കെ ടു എൽ യു എൻ ഓഫ് എക്സ് വൈ മോഡുലസ് ഓഫ് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു കെ ടു എൽ യു എൻ ഓഫ് എക്സ് വൈ. ഇത് മാക്സിമം പ്രിൻസിപ്പിള് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് മാക്സിമം ഓവർ ദിസ്. ഇവിടെ നമ്മൾ എക്സ് വൈ എടുക്കുന്നത് ഫോർ എക്സ് വൈ ബിലോങ്സ് ടു ഡൊമൈൻ ആയിരിക്കും. ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ബൗണ്ടറിയിലായിരിക്കും അറ്റൈൻ ചെയ്യുക. സോ മാക്സിമം ഓവർ എക്സ് വൈ ബിലോങ്സ് ടു ഡോ ഡി. ദിസ് മോഡുലസ് ഓഫ് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു കെ ടു എൽ യു എൻ. നമ്മൾ ഇതിൻ്റെ എക്സ് വൈ ബിലോങ്സ് ടു ഡോ ഡി മോഡുലസ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു കെ ടു എൽ യു എൻ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എക്സ് വൈ ബിലോങ്സ് ടു യു ഡി ഡോ ഡി, this will be less than epsilon ആയിരിക്കും. So this will be less than epsilon for points xy belongs to d. So for points xy belongs to ഡോ ഡി അല്ല d ആണ് കേട്ടോ, തിരുത്തിക്കോണേ. for xy belongs to d, xy belongs to d ആണെങ്കിൽ this will be less than epsilon. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഡിയിലുള്ള പോയിന്റ്സിൽ ഡിയിലുള്ള പോയിന്റ്സിൽ വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് ബൗണ്ടറി പോയിന്റ്സിലും ലെസ് ദാൻ എപ്സിലോൺ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ദിസ് സീരീസ് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 120 യു എൻ കൺവേർജസ് യൂണിഫോംലി ഓൺ ഡി ക്ലോഷർ. കാരണം ഡി ക്ലോഷർ എന്ന് പറയുന്നത് ദിസ് ഡി യൂണിയൻ ഡോ ഡീന രണ്ടിടത്തും യൂണിഫോം കൺവേർജൻസ്. സോ ഇറ്റ്സ് യൂണിയനിൽ യൂണിഫോം കൺവേർജൻസ് കാണും. In particular, U satisfies the boundary conditions which each UN satisfies the mean value property. The uniform convergence that U also satisfies the mean value property, and each UN mean value property satisfy ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സമ്മേഷനായി യുവും mean value property പ്രൂവ് ചെയ്യും. കാരണം യൂണിഫോം കൺവേർജൻസ് ഉണ്ടായതുകൊണ്ട് അത് റിസൾട്ടാണ്. And by the result that continuous function that satisfies the mean value property in some domain D is harmonic in D. അത് നേരത്തെ നമ്മൾ റിമാർക്ക് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരുന്ന ഒരു റിസൾട്ടാണ്. ദിസ് റിമാർക്കായിട്ട് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് ഉണ്ട്, നോക്കിയാൽ മതി. നേരത്തെ ഞാൻ റിമാർക്ക് എന്നും പറഞ്ഞ് അവിടെ എഴുതിയായിരുന്നു. ഒരു മിനിറ്റ്. ദിസ് പേജ് നമ്പർ പേജ് നമ്പർ 179 റിമാർക്ക് 7.8. ദിസ് റിമാർക്ക് 7.8 നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ദിസ് അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ദിസ് യു ഇസ് ഹാർമോണിക് ഇൻ ഡി. അപ്പം നമുക്ക് എന്തായാലും തെളിയിക്കാനുള്ളത് യു ഹാർമോണിക് ആണെന്ന് തെളിയിക്കാനുണ്ട്. കൺവേർജസ് യൂണിഫോം ഓൺ ഡി ക്ലോഷർ ആണെന്ന് കാണിക്കേണ്ടതെന്ന് കാണിച്ചു. യു ഹാർമോണിക് ആണ്, യു ഹാർമോണിക്കും ആണ്, കൺവേർജസ് യൂണിഫോമിലി ആയതുകൊണ്ട് ഇത് ക്ലാസിക്കൽ സൊല്യൂഷൻ ആയിട്ട് മാറും. അതൊരു റിസൾട്ടാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളത് ഓക്കെ റെക്റ്റാങ്കിൾസിൽ ഈ ഡിറിച്ലെറ്റ് പ്രോബ്ലം എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ജസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി ഉള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, റെക്റ്റാങ്കിൾസിൽ എങ്ങനെ ഡിറിച്ലെറ്റ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഫോർ എലിപ്റ്റിക് ഫംഗ്ഷൻ
എലിപ്റ്റിക് പ്രോബ്ലത്തിൻ്റെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എങ്ങനെ റെക്റ്റാങ്കുലർ ഡൊമൈനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ദിസ് ഒരു മിനിറ്റ്, നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഡൊമൈൻ ആയിരിക്കും. നമ്മൾ ഡൊമൈൻ നേരത്തെ ഡി എന്നും പറഞ്ഞ് പഠിച്ചിട്ടുള്ളൂ. ഇവിടെ ഡൊമൈൻ റെക്റ്റാങ്കുലർ ഡൊമൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കുലർ ഡൊമൈൻ ആകുമ്പോൾ this form become rectangular, that is this x will be between some a and b and y will be between some c and d, and the boundary condition prevails here. ഈ ബൗണ്ടറിയിൽ എച്ച് ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ യു വിൽ ബി ഈക്വൽ ടു എച്ച്. ഈ ബൗണ്ടറിയിൽ ജി ആയിരിക്കും, ഈ ബൗണ്ടറിയിൽ കെ ആയിരിക്കും, ഈ ബൗണ്ടറിയിൽ എഫ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഡെൽ യു ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നമ്മുടെ ഡിറിച്ലെറ്റ് പ്രോബ്ലം എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇൻ ദ റെക്ടാങ്കുലർ ഡൊമൈൻ ഡി വിൽ ബി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. അങ്ങനെ ഈ രണ്ട് കണ്ടീഷനും കൂടെ ചേരുമ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും, എക്സും വൈയും മാറുന്നതനുസരിച്ചിട്ട്. ആൻഡ് ദ ബൗണ്ടറി കണ്ടീഷൻ വിൽ ബി യു ഓഫ് 0y എഫ് ഓഫ് വൈ ആയിരിക്കും. 0y എന്ന് പറയുമ്പോൾ ദിസ് പോർഷൻ വരും. ദിസ് ഈസ് 0y അല്ല, സോറി, എ വൈ. അതായത് എക്സ് കോർഡിനേറ്റ് എ ആയിരിക്കും, വൈ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത് എഫ് ഓഫ് വൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ എഫ് എഴുതിയിരിക്കുന്നത്. ലൈക്ക് വൈസ് യു ഓഫ് ബി വൈ ഈസിക്കൽ ടു ജി ഓഫ് വൈ ആയിരിക്കും, യു ഓഫ് എക്സ് ഈസിക്കൽ ടു എച്ച് ഓഫ് എക്സ് ആയിരിക്കും, യു ഓഫ് എക്സ് ഈസിക്കൽ ടു കെ ഓഫ് എക്സ് ആയിരിക്കും. ഇതിനെ നമ്മൾ രണ്ട് സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡെൽറ്റ യു വൺ ഈസിക്കൽ ടു 0. അപ്പോൾ ഡെൽറ്റ യു ഈസിക്കൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ആണ്. യുവിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, u1 പ്ലസ് u2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുൾ പ്രോബ്ലവും രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ആയി പോവും. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡെൽ u1 ഈസിക്കൽ ടു 0 സച്ച് ദാറ്റ് ഈ ബൗണ്ടറിയിൽ അതിൻ്റെ u1 സാറ്റിസ്ഫൈ ചെയ്യുന്നത് എഫ് ആയിരിക്കും, u1 ഈസിക്കൽ ടു എഫ് ആയിരിക്കും. ഈ ബൗണ്ടറിയിൽ u1 ഈസിക്കൽ ടു ജി ആയിരിക്കും, ഈ ബൗണ്ടറിയിൽ u1 ഈസിക്കൽ ടു 0 ആയിരിക്കും, ഈ ബൗണ്ടറിയിൽ u1 ഈസിക്കൽ ടു 0 ആയിരിക്കും, 0. അതുപോലെ u2 എന്ന് പറയുന്നത് ദിസ് ബൗണ്ടറിയിൽ ദിസ് എച്ച് ആയിരിക്കും, ഈ ബൗണ്ടറിയിൽ കെ ആയിരിക്കും, ബാക്കി രണ്ട് ബൗണ്ടറിയിലും 0 ആയിരിക്കും, ഡെൽ u2 ഈസിക്കൽ ടു 0. അപ്പോൾ രണ്ട് സബ് പ്രോബ്ലം ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. Thus the method of separation of variables is based on construct appropriate eigenvalue problem. This requires homogeneous boundary conditions with a split u into u is equal to u1 plus u2, where u1 and u2 are both harmonic in D. That is del u1 is equal to del u2 is equal to 0. This u1 and u2 satisfying the arbitrary condition. നേരത്തെ പറഞ്ഞതിൻ്റെ ഔട്ട് ഓഫ് ഫിഗറിൽ ഞാൻ പറഞ്ഞായിരുന്നു u1 at ay is equal to f ആയിരിക്കും, സ്മോൾ എഫ്. u1 of by is equal to g ആയിരിക്കും, u1 of x is equal to 0, u1 of xd is equal to 0 ആയിരിക്കും. ലൈക്ക്വൈസ് u2ൻ്റെ കണ്ടീഷനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നൗ നമ്മൾ നേരത്തെ ചെയ്ത കമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ അനുസരിച്ച് സ്മോൾ എഫ് ഓഫ് സി നിങ്ങൾ നോക്കിയാൽ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ സ്മോൾ എഫ് ഓഫ് സി ഇസിക്കൽ ടു സ്മോൾ എഫ് ഓഫ് ഡി ഇസിക്കൽ ടു ജി ഇസിക്കൽ ടു എച്ച് ഇസിക്കൽ ടു 0. അതായത് എഫ് ഓഫ് സ്മോൾ സി ഇസിക്കൽ ടു 0 ആണ്. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് എഫ് ഓഫ് സ്മോൾ സി എന്ന് പറയുന്നത് യു വൺ ഓഫ് അല്ലെങ്കിൽ യു ഓഫ് എ സി ആയിരിക്കും. What is this u of AC? This ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. u of AC എന്ന് പറയുന്നത് h of this h of x അല്ലേ, h of a ആയിരിക്കും. സോ അതെല്ലാം കൂടെ ഒരുപോലെ വരുന്ന ഈ കണ്ടീഷൻസ് എല്ലാം ഒരുപോലെ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിസ് എച്ച് ഓഫ് എ ഈസിക്കൽ ടു എഫ് ഓഫ് സി. യെസ്, അതുപോലെ ദിസ് ദിസ് f of c is equal to this u1 of a c, u1 of a c യും
this u2 of ac തമ്മിൽ ഈക്വൽ ആയിട്ട് വരണം. ഇവിടെയും y is equal to c ആവുമ്പോൾ u2 of ac എന്ന് കിട്ടും ഈക്വൽ ടു 0. സോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരേ പാറ്റേണിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്പാറ്റബിലിറ്റി കണ്ടീഷൻ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈക്വൽ ടു 0 ആയിട്ട് കൊടുക്കണം. എഫ് ഓഫ് സി is equal to എഫ് ഓഫ് ഡി is equal to ജി ഓഫ് സി സംതിങ് is equal to 0. Since u1 plus u2 satisfy del u is equal to 0, and the boundary condition and the uniqueness guarantees that u is equal to u1 plus u2. Okay, 1 minute. ഇനി നമ്മൾ u1ന്റെ സൊല്യൂഷൻ, അപ്പോൾ നമുക്ക് u ആണ് നമ്മുടെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി u1ഉം u2ഉം കണ്ടെത്തണം. അതിനുവേണ്ടി u1നെയും u2നെയും സെപ്പറേറ്റ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇവിടെ del u1 is equal to 0 with these conditions, and del u2 is equal to 0 with these conditions. അപ്പോൾ നമുക്ക് u1ന്റെ സൊല്യൂഷൻ ആദ്യം ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് u1ന്റെ സൊല്യൂഷനെ സം എക്സ് ഓഫ് എസ് ഇൻറ്റു വൈ ഓഫ് വൈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദിസ് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എക്സ് 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 വൈ വൈ പ്ലസ് എക്സ് വൈ വൈ ഇസിക്കൽ ടു 0 എന്നിട്ട് നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ ചെയ്താൽ മതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുക, ഇസിക്കൽ ടു മൈനസ് ലാംഡ ഡിക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ദിസ് വൺ ആൻഡ് ദിസ് വൺ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കിട്ടും. അതായത് ക്യാപിറ്റൽ എക്സ് 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 മൈനസ് ലാംഡ എക്സ് ഇസിക്കൽ ടു 0, a less than x less than b, and this one we will get. And a homogeneous boundary conditionോടെ നമുക്ക് കിട്ടും y of c is equal to y of d is equal to 0 എന്ന് പറഞ്ഞ് കിട്ടും. എന്നിട്ട് ദിസ് u1 ആണ് നമ്മൾ ഈ കണ്ടീഷനിൽ നോക്കിയാൽ മതി കിട്ടും. ദിസ് ഇവിടുന്ന് കിട്ടില്ല. ദിസ് u1ന്റെ ആണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. u1ന്റെ സൊല്യൂഷൻ ആണ് ദിസ് u1 is equal to x of s into y of y. നമ്മൾ u1 നോക്കുമ്പോൾ u1 of x is equal to 0 ആണ്, u1 of xd is equal to 0 ആണ്. അതായത് ഇവിടെ നിന്ന് കിട്ടും y of c is equal to 0, y of d is equal to 0. അതാണ് നമുക്ക് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. y of c is equal to 0, y of d is equal to 0. So this we will derive the lambda eigenvalues and yn of 1. And നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ ചെയ്തു വരുമ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ, ഒരു മിനിറ്റ്, ജനറൽ സൊല്യൂഷൻ നമ്മൾ എക്സ് എന്നും കിട്ടും വൈ എന്നും കിട്ടും. ഏഗൻ വാല്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഫൈനൽ സൊല്യൂഷൻ u1 ആയിട്ട് സമ്മേഷൻ ഓവർ n എക്സ് എൻ വൈ എൻ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോൾവ് ദ ലാപ്ലേസ് ഇക്വേഷൻ del delta u is equal to 0 in the rectangle. റെക്ടാങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ച റെക്ടാങ്കുലർ ഡൊമൈൻ D, and 0 less than x less than b and 0 less than y less than d is subject to the Dirichlet boundary condition. U of 0y is equal to f of y, u of by is equal to g of y, u of x0 is equal to 0, u of x0 അല്ല x0 is equal to 0 and u of xd is equal to 0. ഇങ്ങനെ വരുന്ന കേസിൽ എങ്ങനെ ഇതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും? അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തിയറി തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. u is equal to u1 plus u2 ആക്കി എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് പ്രോബ്ലംസ് കിട്ടും. ഫസ്റ്റ് സെറ്റ് del u1 is equal to 0 and some conditions. നെക്സ്റ്റ് സെറ്റ് del u2 is equal to 0 എന്നും പറഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ളത് u2 of x0 is equal to 0, u2 of x d is equal to 0, u2 of 0y is equal to 0, u2 of this b 0d and bs by is equal to 0. അപ്പോൾ ഇതാണ് സെക്കൻഡ് u2ൻ്റെതായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും u2 ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ലാപ്ലേസ് കണ്ടീഷൻ വിത്ത് ഡിറിച്ലെറ്റ് കണ്ടീഷന് അറ്റ്മോസ്റ്റ് 1 സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ തിയറം നമ്മൾ പഠിച്ചായിരുന്നു. അറ്റ്മോസ്റ്റ് 1, അതായത് ഒന്നെങ്കിൽ സൊല്യൂഷൻ ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനേ കാണത്തുള്ളൂ. ഇവിടെ ഓൾറെഡി ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, u2 is ഐഡന്റിക്കലി ഈക്വൽ ടു 0. ഇനിയും വേറൊരു സൊല്യൂഷന് പോസിബിലിറ്റി ഇല്ല. സോ this gives a 0
this implies that u2 is equal to 0. അപ്പോൾ u is equal to u1 plus u2 എന്നുള്ളതിൻ്റെ u2 0 ആയിട്ട് മാറി. So the problem reduces to u is equal to u1 with conditions del u1 is equal to 0 and these conditions we will get. സോ ഇനി u1നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് u1നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ u1നെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ദിസ് u1 is equal to w is equal to x of x into y of a. ഒരു വേറൊരു വേരിയബിൾ കൊടുത്തതേ ഉള്ളൂ w എന്ന് പറഞ്ഞിട്ട് u1 തന്നെയാണ്. അപ്പോൾ നമ്മൾ ദിസ് u1 xx പ്ലസ് u1നെ u എന്ന് തന്നെ വിളിച്ചോ, കാരണം നമ്മൾ u is equal to u1 plus u2 ആണ്. u2 0 ആണെന്ന് എഴുതും. സോ u1 is equal to u. സോ u എഴുതിയാലും തെറ്റില്ല. u xx പ്ലസ് നേരത്തെ എഴുതി അതേ ഫോർമാറ്റിൽ ചെയ്യുന്നു. is equal to minus x, we will get xxx minus lambda x. നേരത്തെ ചെയ്തിട്ടുണ്ട്. xx minus lambda x is equal to 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. y is equal to 0 എന്ന് പറഞ്ഞ് കിട്ടും. ആൻഡ് now നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നു. y പ്ലസ് ലാംഡ y is equal to 0 ഫോർ ദിസ് ലാംഡ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. അതിന് നിങ്ങൾക്ക് 3 കേസും ചെയ്ത് നോക്കാം. ലാംഡ is equal to 0, ലാംഡ ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ രണ്ടും സൊല്യൂഷൻ ഇല്ലാതായിട്ട് വരും. ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. ലാംഡ ഗ്രേറ്റർ ദാൻ 0 മാത്രമേ നമുക്കിവിടെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ is equal to മൈനസ് ലാംഡ ഒക്കെ എഴുതി നോക്കുമ്പോൾ എം is equal to പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് ലാംഡ ഒക്കെ എഴുതി നോക്കുമ്പോൾ സൊല്യൂഷനായിട്ട് വൈയുടെ സൊല്യൂഷനായിട്ട് c1 cos root lambda y plus c2 sin root lambda small y എന്ന് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത അതേ കേസ് തന്നെ ചെയ്യും. ഇനിയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇനിഷ്യൽ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. u of x0 0 ആണ്, u of xd 0 ആണ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y of 0 is equal to 0 and this one equal to 0. y of 0 is equal to y of d is equal to 0. y of 0 is equal to 0 ഇവിടെ കൊടുത്ത് നോക്കിയത് ഇവിടെ അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 വരും. c1 cos 0 പ്ലസ് c2 sin 0. sin 0 0 വരും. ദിസ് പാർട്ട് 0 ആയിട്ട് പോകും. cos 0 1 വരും. ദാറ്റ് c1 is equal to 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ദാറ്റ് c1 is equal to 0. So this y reduces to this 3. Equation 3 reduces to y of x is equal to c1 is equal to 0. So c2 sin root lambda y എന്ന് നമുക്ക് കിട്ടും. ഒരു കണ്ടീഷനും ഉണ്ട്. y of d is equal to 0 ആണ്. സോ this implies c2 sin root lambda d is equal to 0. This implies that sin root lambda d is equal to 0. കാരണം c2 കൂടെ 0 ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ 0 സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അത് പോസിബിൾ അല്ല. sin root lambda d is equal to 0. Sin root lambda d is equal to 0 means what? This നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. This sin root lambda d is equal to 0, root lambda d is equal to n by this. നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത ലാംഡായിന് കിട്ടി n pi by d the whole square corresponding yn eigen functions എന്ന് പറയുന്നത് this sin n pi y by d. n runs from 1 2 3 etc. goes. എന്നിട്ട് നമ്മൾ അടുത്ത ODE സോൾവ് ചെയ്യുന്നു. ലാംഡ പോസിറ്റീവ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ ദിസ് ലാംഡയ്ക്ക് പകരം n pi by d the whole square x of s കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് സം ആൽഫ e raised to this n pi by d x plus beta e raised to minus n pi by d എന്ന് പറഞ്ഞ് കിട്ടും. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ സൈൻ എച്ചിൻ്റെയും കോസ് എച്ചിൻ്റെയും ബേസിസിൽ നമ്മൾ കോസ് എച്ച് എക്സ് സൈൻ എച്ച് എക്സ് ബേസിസിൽ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. നമ്മൾ നേരത്തെ സിമിലർ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ബേസിസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സൈൻ എച്ച് എൻ പൈ ബൈ ഡി എക്സ് സൈൻ എച്ച് എൻ പൈ ബൈ ഡി എക്സ് മൈനസ് ബി. ഇവിടെ കോസ് എച്ച് എക്സിന് പകരം സൈൻ എച്ച് എൻ പൈ ബൈ ഡി എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ബേസിസ് എലമെന്റ് ആണ് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് ഓഫ് എസ് വിൽ ബി ദിസ് എക്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു സം എ എൻ സൈൻ എച്ച് n pi by dx plus bn sin h n pi by d x minus b എന്ന് കിട്ടും. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു y of y എന്ന് പറയുന്നത് sin n pi by d y ആണ് ഇൻറ്റു എക്സ് ഓഫ് എസ് ആണ് നമ്മുടെ u എന്ന് പറയുന്നത്. അതാണ് ഈ സൊല്യൂഷൻ u. y of y ഇൻറ്റു എക്സ് ഓഫ് എസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ദിസ് വൺ.
So 5 will be true. So what is this? ഇനി നമുക്ക് ഈ ഫൊറിയർ കോഎഫിഷ്യൻസ് എ എന്നും ബി എന്നും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എ എന്നും ബി എന്നും നേരത്തെ ചെയ്തതിൻ്റെ സ്പുട്ട് സിമിലർ ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ജി ഓഫ് വൈ എവിടെയാണ് കിട്ടുന്നത് നോക്കിയാൽ മതി. ദിസ് ജി ഓഫ് വൈ, തുടക്കത്തിലൊരു കണ്ടീഷനുണ്ട്, ജി ഓഫ് വൈ ഈസിക്കൽ ടു യു ഓഫ് ബി വൈ. യു ഓഫ് ബി വൈ യു ഓഫ് ബി വൈ ഈസിക്കൽ ടു ജി ഓഫ് വൈ. അന്നേരം ഇവിടെ യു ഓഫ് എക്സ് വൈ ജനറൽ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് ബി കൊടുക്കണം. ബി കൊടുക്കുമ്പോൾ ഇത് റെഡ്യൂസ് ചെയ്ത് ഈ ഫോർമാറ്റിലേക്ക് മാറും. കാരണം സൈൻ ഇവിടെ ബി വരും, ബി മൈനസ് ബി 0, സൈൻ 0, സൈൻ എച്ച് 0 0 ആണ്. സോ ദിസ് വിൽ വാനിഷ് ആൻഡ് ദിസ് വിൽ റിമൈൻസ് എ എൻ സൈൻ എച്ച് ബൈ ഡി ദിസ് b. Yes, that will remains here and sin h will come here. So this is g of y. Likewise u of ay, 1 minute, u of ay is equal to f of y എന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നിട്ടുണ്ട്. സോ ദിസ് വിൽ റെഡ്യൂസ് ടു ദിസ് വൺ. ആൻഡ് നേരത്തെ നമ്മൾ ചെയ്ത അതേ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ ഒരു സൈൻ എൻ പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് നേരത്തെ ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും ദിസ് yes, if f of y is equal to Fourier series ആയിട്ട് എഴുതുവാണെങ്കിൽ this Fourier coefficients alpha n will be equal to 2 by capital D, sorry, small d integral 0 to d small f of y sin n pi by d by dy എന്ന് പറഞ്ഞ് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത അതേ ഫോർമാറ്റ് ചെയ്യുമ്പോൾ g of y can be written as this power series, then beta n will be 2 by d. നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു ഒരു സൈൻ എം ഫിക്സ് ചെയ്തിട്ട് എം പൈ ബൈ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഓവർ 0 to L ഒക്കെ ചെയ്തായിരുന്നു. അതേ ഫോർമാറ്റിൽ ഇതും ചെയ്യുകയാണ്. നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി. ഇപ്പോൾ ബി എൻ ഇങ്ങനെ കിട്ടും. അതായത് ദിസ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എൻ പൈ ബൈ ഡി എന്നാണ് ടെക്സ്റ്റ് കാണിക്കാം. ഒരു മിനിറ്റ്. Yes, this f of y is equal to summation is equal to bn sin n sin h this minus n pi b by d എന്ന് കിട്ടും. this f of y നോക്കിയാൽ മതി. ഇവിടെ ഒരു മൈനസ് ബി ഉണ്ട്, ഒരു മൈനസ് വരുന്നുണ്ട്. this minus will be here. so ഇതും this one കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? this bn sin h minus n pi b by d is equal to this factor will be equal to this alpha n എന്ന് പറയുന്നത്. കാരണം ഇതും സെയിം ആണ്. so this is will be equal to alpha n. so this beta n ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. so bn is equal to alpha n divided by sin h of sin h of minus x എന്ന് പറയുന്നത് മൈനസ് സൈൻ h of x ആയിരിക്കും. so this will be a minus will be here and sin h n by b by d. അതാണ് ഇതാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് bn. അതുപോലെ തന്നെ a n സെയിം ഫോർമാറ്റിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. so this bn and an is found out and this forms the theory. അവിടെ വരെയാണ് തിയറി പറയാനുള്ളത്. നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. സോൾവ് ദ ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ദി. അപ്പം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി. ഇതാണ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ എ എന്നും ബി എന്നും കണ്ടെത്താനുള്ള ഫോർമുലയും നമ്മൾ കണ്ടെത്തി. എ എൻ ഈസ് ഈക്വൽ ടു ദിസ് ബീറ്റ എൻ ആണ് കേട്ടോ. എൻ ഈസ് ഈക്വൽ ടു ബീറ്റ എൻ. ബീറ്റ എൻ സൈൻ ദിസ് വൺ ആണ് ആൻഡ് ബി എൻ ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ എൻ ദിസ് വൺ ആണ്. കാരണം നമുക്ക് തുടക്കത്തിൽ എഫ് ഓഫ് വൈയും ജി ഓഫ് വൈയും ഫോറിയർ സീരീസ് ആയിട്ട് തരും. അല്ലെങ്കിൽ നേരത്തെ തന്നതിൻ്റെ കൂട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സോൾവ് ദി ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ദി
സ്ക്വയർ 0 ലെസ് ദാൻ എക്സ് കോമ വൈ ലെസ് ദാൻ പൈ, അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ കോമ 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ പൈ. So subject to the select condition u of x0 is equal to this one, u of x pi, u of 0 y, u of pi y is equal to 0 എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് നമ്മുടെ യെസ് യു എക്സ് എക്സ് മൈനസ് ഒരു മിനിറ്റ് യെസ് ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് വരും ചെയ്ത് നോക്കുമ്പോൾ. നേരത്തെ നമ്മുടെ കേസിൽ യു ഓഫ് എക്സ് സീറോയും ഒരു മിനിറ്റ് യു ഓഫ് എക്സ് സീറോയും 0 ആയിരുന്നു, യു ഓഫ് എക്സ് പൈ അല്ലെങ്കിൽ എക്സ് ഡിയും 0 ആയിരുന്നു. അതായത് എക്സ് വേരി ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻ 0 ആയിരുന്നു. ആ കേസിൽ നിങ്ങളുടെ ഈ സ്റ്റെപ്പ് വരുന്നത് എക്സ് 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 ബൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ എന്ന് പറഞ്ഞാണ് ആ കേസ് വരുന്നത്. പക്ഷെ ഈ കേസ് നോക്കിയോ, യു ഓഫ് 0 വൈ ഇസ് ഈക്വൽ ടു യു ഓഫ് പൈ വൈ ഇസ് ഈക്വൽ ടു 0. വൈ വേരി ചെയ്യുന്നിടത്താണ് 0 വരുന്നത്. നേരത്തെ എക്സ് വേരി ചെയ്യുന്നിടത്തായിരുന്നു 0 വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ തിരിച്ചാണ് വരുന്നത്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇവിടെയുള്ള മൈനസ് സൈന് അണ്ട് ഇവിടെ കൊടുക്കണം, മൈനസ് വൈ 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 എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടും, ഇവിടുന്ന് കിട്ടും x x x by x is equal to minus lambda, and this implies x x x plus lambda x is equal to 0. അതായത് നമ്മുടെ ഇക്വേഷൻ എ കിട്ടി. ലൈക്ക് വൈസ് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയും കിട്ടും. അപ്പം നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് പ്രോബ്ലം അനുസരിച്ചാണ് മാറുന്നത്, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് മാറുന്നത്. അപ്പോൾ മാറുന്ന അനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലാംഡ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദിസ് എക്സിൻ്റെ വാല്യൂ C1 ഓക്സിലറി ഇക്വേഷൻ ഒക്കെ എഴുതി കഴിയുമ്പോൾ ലാസ്റ്റിൽ C1 കോസ് റൂട്ട് ലാംഡ എക്സ് പ്ലസ് C2 റൂട്ട് ലാംഡ എക്സ് എന്ന് കിട്ടും. ആൻഡ് ദിസ് എക്സ് ഓഫ് 0 എക്സ് ഓഫ് പൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ആൻഡ് എക്സ് ഓഫ് 0 കൊടുക്കുമ്പോൾ നമുക്ക് C1 0 ആയിട്ട് കിട്ടും, നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ. അതായത് എക്സ് ഓഫ് പൈ കൊടുക്കുമ്പോൾ നമുക്ക് ദിസ് വൺ ഈക്വൽ ടു 0 ഇംപ്ലൈസ് റൂട്ട് ലാംഡ പൈ, നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ ലാംഡ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ കിട്ടും. ലാംഡ എൻ ഇസ് ഈക്വൽ ടു 1 2 3 etc. And this second equation y capital Y small y minus lambda y ചെയ്യുക. അത് നമുക്ക് ചെയ്യുമ്പോൾ y of pi is equal to 0 എന്നും കിട്ടും. y of pi is equal to 0, y of pi is equal to 0, y of pi is equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് this solution, sorry 1 minute. So ഇത് സോൾവ് ചെയ്യുമ്പോൾ ഫോർ ലാംഡ പോസിറ്റീവ് ആവുമ്പോൾ this solution y becomes y of y is equal to some k1 ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, ഇല്ല നിങ്ങൾ എഴുതാവുന്നേ ഉള്ളൂ, തന്നെ എഴുതാവുന്നേ ഉള്ളൂ. k1 cos h, അതായത് e raised to something ടേംസിലാണ് വരുന്നത്. അതിനെ നമ്മൾ cos h n x plus k2 sin h n x ഫോർമാറ്റിൽ കിട്ടും. അപ്പോൾ y of pi is equal to 0 കൊടുക്കുമ്പോൾ this k1 will vanish, so this will result as y of y is equal to some k2 sin h n this x അല്ലല്ലോ y അല്ലേ, സോറി y here കാരണം y of y ആണ്, so this is y, h sin h y എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. So this നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ ചെയ്യുമ്പോൾ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഓഫ് എസ് ഇൻറ്റു വൈ ഓഫ് വൈ കിട്ടും, ദിസ് ഫോർമാറ്റ് കിട്ടും. അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റിൽ നിങ്ങൾക്ക് നമ്മുടെ കണ്ടീഷനായ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 1984നെ 1984നെ സമ്മേഷൻ ആൽഫ എൻ സൈൻ എക്സ് നെക്സ്റ്റ് ആൽഫ എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 എഫ് ഓഫ് എക്സ്, അങ്ങനെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് 1984 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ്, ഇന്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ് എന്ന് പറയും മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ 0 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോമിലേക്ക് മാറും.
ഇനിയും എ എൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൽഫ എൻ ഡിവൈഡ് ബൈ സൈൻ എച്ച് ബൈ എന്ന ആൽഫ എൻ എന്നാണ്ട് ഇവിടുന്ന് കിട്ടി 2968 ബൈ എൻ ബൈ കോസ് എൻ ബൈ മൈനസ് എച്ച് ബൈ എച്ച് ആണ് ഇതിൻ്റെ വാല്യൂ. ഇനിയും എ എന്നിൻ്റെ വാല്യൂ വെൻ എൻ ഈസിക്കൽ ടു 2k-1 ആകുമ്പോൾ എന്ത് കിട്ടും? 2k ആകുമ്പോൾ എന്ത് കിട്ടും? 2k ആകുമ്പോൾ ദിസ് എൻ ബിക്കംസ് 2k π എന്ന് കിട്ടും. അതായത് കോസ് 2k π, കോസ് 2k π 1 ആണ്. 1 - 1 0 വരും, ഫുൾ ഫാക്ടർ 0 ആയി പോകും, 0 ആണ്. ഇനി -1 2k-1 ഈവൻ ഓഡ് ഇൻറ്റിജർ വരുമ്പം ഈ ഫോർമാറ്റിലേക്ക് മാറും. ചെയ്ത് നോക്കിയാൽ മതി. സോ ദിസ് സൊല്യൂഷൻ വിൽ ബി, നിങ്ങൾക്ക് എ എന്നിൻ്റെ വാല്യൂ കിട്ടി, എ എൻ്റെ വാല്യൂ മാത്രം ഇവിടെ കിട്ടിയാൽ മതി. കാര്യം ദ ഫോർമൽ സൊല്യൂഷൻ ഈസ് ദിസ് വൺ. എ എൻ്റെ വാല്യൂ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അപ്പോൾ എ എൻ്റെ വാല്യൂ അതുപോലെ കൊടുക്കുക, നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ നൗ ദിസ് നെക്സ്റ്റ് ഒരു സെക്ഷനോടുണ്ട്, അത് ഞാൻ അടുത്തതിൻ്റെ കൂടെ എടുക്കാം. ദിസ് ഓക്കെ, കുറച്ച് പോർഷനൂടെ വരുന്നുണ്ട്, ഒരു പ്രോബ്ലം വരുന്നുണ്ട്. സർക്കുലർ ഡൊമൈനോടെ കഴിയുമ്പോൾ ഈ സെക്ഷന് കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.